ഹായ് റാൻഡം ടോക്ക് പാർട്ട് 3. ഒരു കൺസൾട്ടേഷന് വന്ന ഫാമിലി എക്സ് ആൻഡ് വൈ അവരുടെ മകളായിട്ടാണ് വന്നിട്ടുള്ളത്. മകൾ മാരീഡാണ്. ഒരു കൗൺസിലിംഗ് സെഷനായിരുന്നു. സെഷൻ്റെ ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ തീരുമാനമായതിനു ശേഷം ഈ മകള് കുറച്ച് കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഈ എക്സും വൈയും മകളോട് പറയാണ്, അത് പ്രശ്നമില്ല, അതെന്തിനാ നീ ഇത്ര പ്രശ്നമാക്കുന്നത്? അവന് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തതുകൊണ്ടാണ്, ഉള്ളിൽ നല്ല സ്നേഹമുള്ള ഒരാളാണ്. അപ്പം ഞാനിത് കേട്ട് നിന്നിട്ട് കുറച്ച് വണ്ടറടിച്ചു പോയി. മറ്റൊന്നുമല്ല, ഈ സ്നേഹം എന്ന് പറയുന്നൊരു ഇമോഷനാണല്ലോ, ലൈക്ക് ഒരു എക്സ്പ്രഷനാണ്. അത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് അവരുടെ ദേഷ്യവും വെറുപ്പും അങ്ങനത്തെ ബാക്കിയുള്ള ഇമോഷൻസൊക്കെ ഉണ്ടാവില്ലേ, അതും ഇവർ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യുക? അതോ നമ്മൾ ഒരാളെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറയാം, ഭയങ്കര ദേഷ്യക്കാരനാണ് എന്ന് പറയുമ്പം ഇവരെ നന്നായി സ്നേഹിക്കാൻ അറിയുന്ന ആളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ് കളിയാക്കുമോ തെറ്റിദ്ധരിക്കുകയോ അങ്ങനത്തെ ഒരു കൺസേൺ ഉള്ളതുകൊണ്ടാണോ ഇവർ ഈ സ്നേഹം മാത്രം പ്രകടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ അറിയുന്ന ആൾക്കാരുണ്ടോ? ഈ സ്നേഹം മാത്രം ഉള്ളിൽ പിടിച്ചു വയ്ക്കുകയും ബാക്കിയുള്ള എക്സ്പ്രഷൻസ് എല്ലാം പുറത്ത് കാണിക്കാൻ കഴിവുള്ള ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടോ? എന്താ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? ബിക്കോസ് നമ്മുടെ മൈൻഡിൽ നമ്മൾ വരുന്ന ഇമോഷൻസ് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, അത് നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള ഇഷ്യൂസ്, ഹോർമോണൽ ഇഷ്യൂസ് മുതൽ പല രീതിയിലുള്ള ഡിസീസസ് വരെ നമുക്ക് ഭാവിയിൽ വന്നേക്കാം. എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിനെക്കുറിച്ച്? കമൻറ്റ് ബിലോ.